ഇനിയും ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയാൽ ഹമാസിനെ പൂർണ്ണമായിട്ടും കത്തിച്ചു കളയും. ഇതാണ് അമേരിക്കയുടെ നിലപാട്. അതായത് ഇസ്രയേൽ ഹമാസിനെതിരെ പോരാട്ടം തുടരും, ശക്തമാക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ അമേരിക്ക ചേരുമെന്നാണ്. അവിടെയുള്ള ഹമാസ് ഭീകരവാദികളെ തുടച്ചു നീക്കുന്നവരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞതിനുമൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നുവെന്ന് പറയുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഹമാസ് ഇതിൽ നിന്ന് പടിപടിയായിട്ട് പിന്നോട്ട് മാറാം. അങ്ങനെ മാറിയാൽ ഹമാസിനെ തീർക്കാൻ ഇസ്രയേലിനൊപ്പം അമേരിക്കൻ സേനയും രംഗത്ത് വരും എന്നാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞത്. എന്നാൽ ഇനി അങ്ങനെയല്ല. ഘട്ടം ഘട്ടമായിട്ട് ഇസ്രയേൽ സേന അവിടെ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനവും പ്രഖ്യാപിക്കും. അവർ അത് നടപ്പാക്കും. പലസ്തീനെ ഒരു രാഷ്ട്രമായി തുടരാൻ അനുവദിക്കും. അതുപോലെ തന്നെ ഗസയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകും. ഇതാണ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് നമ്മൾ പുറത്ത് കാണുന്ന ഒരു വാർത്തകൾ അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേലുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഹമാസ് ഭീകരരോട് ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇനി അവിടെ സായുധ വിപ്ലവമോ അല്ലെങ്കിൽ സൈനികർക്കെതിരായിട്ടുള്ള നടപടിയോ സ്വീകരിക്കരുത് എന്നാണ് അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞത്. അതായത് ഇനിയും ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയാൽ ഹമാസിനെ പൂർണ്ണമായിട്ടും കത്തിച്ചു കളയും. ഇതാണ് അമേരിക്കയുടെ നിലപാട്. അതായത് ഇസ്രയേൽ ഹമാസിനെതിരെ പോരാട്ടം തുടരും, ശക്തമാക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ അമേരിക്ക ചേരുമെന്നാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത, ഖത്തറിൻ്റെ ഭരണാധികാരിയെ വിളിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ക്ഷമ ചോദിച്ചിരിക്കുന്നു. ഖത്തറിന് നേരെ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു, തനിക്ക് തെറ്റുപറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമ പറയുന്നു. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഖത്തറിൽ അമേരിക്കയ്ക്ക് സൈനിക താവളമുള്ള സമയത്ത് ഇത്തരമൊരു ആക്രമണം നടത്തിയത് അറബ് രാജ്യങ്ങളെയും വല്ലാതെ ചൊടിപ്പിച്ചു. മാത്രമല്ല അമേരിക്കയ്ക്കും വലിയ ക്ഷീണമായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് 20ഓളം ഉടമ്പടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ അയൽക്കാർക്ക്, അതായത് അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയൊന്നുമില്ലാത്ത തരത്തിൽ ഒരു തീവ്രവാദ വിമുക്ത മേഖലയായിട്ട് ഗാസ മാറണം. അപ്പോൾ ഗസ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് ഉറച്ച നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയും അവിടെയുള്ള ഹമാസ് ഭീകരവാദികളെ തുടച്ചു നീക്കുന്നവരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞതിനുമൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനം നടത്തും. ഇതാണ് അമേരിക്ക പറയുന്നത്. അപ്പം ഇരുപക്ഷവും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ യുദ്ധം ഉടനെ അവസാനിക്കും. ഏതാണ്ട് ഇസ്രായേൽ ഇതിനോട് അംഗീകരിച്ചു. ഇനി ഹമാസാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. ഹമാസ് നിലപാട് വ്യക്തമാക്കിയാൽ സൈനിക നടപടികളെല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുമെന്ന് മാത്രമല്ല, ഘട്ടം ഘട്ടമായിട്ട് ഇസ്രായേൽ സേന അവിടെ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനവും പ്രഖ്യാപിക്കും. അവർ അത് നടപ്പാക്കും. പക്ഷേ അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ പൂർണ്ണമായിട്ടും വിട്ടു നൽകണം. 72 മണിക്കൂർ, അതായത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ ജീവനുള്ളതും അല്ലാത്തതുമായ മുഴുവൻ ബന്ദികളെ ഞങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് പറയുന്നത്. അപ്പം എല്ലാ ബന്ദികളെയും വിട്ടു നൽകി കഴിഞ്ഞാൽ ഹമാസിൻ്റേതായിട്ട് പിടിച്ചു വെച്ച 250 ഭീകരവാദികളുണ്ട്. അവിടുത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലടച്ചവരാണ്. ഇതുകൂടാതെ 2021 നവംബർ 7-ന് ശേഷം, ഒക്ടോബർ 7-ന് ശേഷം പല കാലഘട്ടങ്ങളിലായി പിടികൂടിയ 1700 ഗസ നിവാസികളുണ്ട്. ഇവരെ പൂർണ്ണമായിട്ട് വിടാമെന്ന് ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ ഗസയിലെ ജനങ്ങൾക്ക് അവിടുത്തെ മുനിസിപ്പാലിറ്റി നൽകുന്ന ദൈനംദിന നടത്തിപ്പ് കാര്യങ്ങൾ എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകും. കാരണം അവിടെ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ വേണമോ അവർക്ക് വേണ്ട സേവനങ്ങളും സഹായങ്ങളുമൊക്കെ ഭരണകൂടം നൽകുന്നുണ്ട്. അപ്പോൾ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഗസ മുനമ്പിലേക്കുള്ള സഹായങ്ങൾ പ്രവഹിക്കും. അപ്പോൾ ഇത്രയും കാലം ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സഹായങ്ങൾ വന്നതെങ്കിൽ ഇനി അങ്ങനെയല്ല. UN-ൻ്റെ നിയന്ത്രണത്തിലുള്ള മാനുഷിക സഹായ കരാർ നടപ്പാക്കും. അതായത് കുടിവെള്ളം, മരുന്ന്, ഭക്ഷണം, മലിനജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ നൽകും. കൂടാതെ മികച്ച റോഡുകളും ഒരുക്കും. കാരണം ഇവിടെ കെട്ടിടങ്ങളെല്ലാം തകർന്ന് വീണ് ഗതാഗത സംവിധാനം ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഗസ മുനമ്പിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെയും മരുന്നിൻ്റെയും ഒക്കെ സഹായ വിതരണത്തിൻ്റെ ചുമതല ഐക്യരാഷ്ട്ര സംഘത്തിൻ്റെയും അതിൻ്റെ ഏജൻസികളുടെയും റെഡ് ക്രസൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിലായിരിക്കുമെന്നും അമേരിക്ക ഉറപ്പ് നൽകി. അപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹമാസ് ഭീകരർക്ക് ഇവിടെ ഇനി നിൽക്കാൻ ഞങ്ങൾ അനുമതി നൽകില്ല. നേരത്തെ നമുക്കറിയാം പലസ്തീൻ അതോറിറ്റിയുടെ തലവൻ തന്നെയായ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, ഞങ്ങൾക്ക് ഈ ഹമാസിൻ്റെ സഹായം വേണ്ട, നിങ്ങൾ ഇവിടെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിട്ട് രാജ്യം വിട്ടുപോകാൻ പറഞ്ഞാൽ, അല്ലെ ഈ മേഖല വിട്ടുപോകാൻ പറഞ്ഞതാണ്. അന്ന് ഹമാസ് അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു പലസ്തീന് വേണ്ടി പോരാടുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിത ലക്ഷ്യമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അമേരിക്ക ഇടപെട്ടതോടുകൂടി ഒരു രാഷ്ട്രീയേതര പലസ്തീൻ കമ്മിറ്റിക്ക് താൽക്കാലികമായി ഭരണ ചുമതല കൈമാറും.
കൈമാറും. ഇതിനകത്ത് പലസ്തീനിൽ നിന്നുള്ള വിദഗ്ധരുണ്ടാകും, അന്താരാഷ്ട്ര മേഖലയിൽ പരിണിതപ്രജ്ഞരായ ആൾക്കാരുണ്ടാകും. കൂടാതെ ഡൊണാൾഡ് ട്രംപ് തന്നെ അധ്യക്ഷത വഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഗസയിലെ പലയിടങ്ങളിലായിട്ട് ഹമാസിന് ബങ്കറുകളുണ്ട്, അതിൽ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താം. പക്ഷേ ഇതെല്ലാം തന്നെ നശിപ്പിക്കുമെന്നാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഇനി ഗസയിൽ ഹമാസിന് ആയുധങ്ങളുടെ ശേഖരം ഉണ്ടാകില്ല, അവർക്കവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത് വളരെ നിർണായകമാണ്. കാരണം ഇതോടുകൂടി ഹമാസ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചാൽ പിന്നീട് ഹമാസിന് അവിടെ അഡ്രസ്സ് ഇല്ലാതായി പോകും. പിന്നീട് അവർക്ക് ഈ പലസ്തീന് വേണ്ടി പോരാട്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാലം ഇറാൻ്റെ പ്രോക്സി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിനെ തൂത്ത് തുടച്ച് നീക്കുക എന്നുള്ള ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം കൂടി നടപ്പാക്കും. ഇത് അനുവദിച്ചില്ലെങ്കിൽ അല്ലെ സമ്മതിച്ചില്ലെങ്കിൽ ഇസ്രയേൽ വീണ്ടും ഹമാസിന് നേരെ ആക്രമണം നടത്തും. ഗസ സംഘർഷഭൂമിയാകും. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഈ ആക്രമണത്തിൻ്റെ തലപ്പത്തേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് സംയുക്ത ആക്രമണം നടത്തും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഹമാസിനെ കത്തിച്ച് കളയാൻ അമേരിക്ക തന്നെ രംഗത്തേക്ക് ഇറങ്ങും. കാരണം ട്രംപ് ഇടപെട്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുല കൊണ്ടുവരുന്നു. അതിനു വേണ്ടിയിട്ട് ട്രംപ് ഇടപെട്ട് ഖത്തറിൻ്റെ ഭരണാധിപൻ്റെ അടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊണ്ട് ക്ഷമ ചോദിപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഹമാസ് അവരുടെ തനി നിറം കാട്ടിയാൽ അമേരിക്ക ശക്തമായിട്ട് തിരിച്ചടി നൽകും. അപ്പോൾ ഹമാസും അവരുടെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളുമൊക്കെ തന്നെ കടമകൾ പാലിക്കാനും പുതിയ ഗാസയിലെ ആളുകൾ മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അമേരിക്ക ശ്രമിക്കും. എന്തായാലും ഈ താൽക്കാലിക ഭരണ സംവിധാനത്തോടൊപ്പം തന്നെ ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ അവിടെ നിലയുറപ്പിക്കും. അവർക്ക് വേണ്ട സഹായങ്ങൾ, പരിശീലനമെല്ലാം തന്നെ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായിട്ട് ചേർന്ന് നടപ്പാക്കും. അങ്ങനെയാണെങ്കിൽ ഗസയിലെ പലസ്തീൻ പോലീസ് സേനകൾക്ക് ഈ പരിശീലനം നൽകുക, പരിചയസമ്പന്നരായ ജോർദാൻ, ഈജിപ്ത് എന്നിവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തുക, ഒപ്പം പലസ്തീനിലെ പോലീസ് സേനകളോടൊപ്പം അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കാൻ ഈ സേനയ്ക്ക് വേണ്ട പരിശീലനവും പിന്തുണയും നൽകുക, ഇതെല്ലാം തന്നെ അമേരിക്ക നൽകുന്നുണ്ട്. കൂടാതെ ഇസ്രയേൽ ഗാസ പിടിച്ചെടുക്കില്ല എന്നും അവിടുത്തെ നിയന്ത്രണം ഈ പുതിയ സുരക്ഷാ സേനയ്ക്ക് കൈമാറുമെന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഗാസ പ്രദേശത്തിൻ്റെ നിയന്ത്രണം എന്നും ഈ സുരക്ഷിത സേനയ്ക്ക് മാത്രമായിരിക്കും. കൂടാതെ ഹമാസ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം വൈകിപ്പിക്കുകയോ ചെയ്താൽ കൈമാറിയ പ്രദേശങ്ങളിലേക്ക് വേണമെങ്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തും, അമേരിക്ക പിന്തുണയ്ക്കും. വളരെ കൃത്യമാണ്. ഇവിടെ ഹമാസിനൊന്നിൽ കീഴടങ്ങുക, ബന്ദികളെ മോചിപ്പിക്കുക, ആയുധങ്ങൾ ഉപേക്ഷിച്ച് നാട് വിട്ടുപോകുക, ഇത് മാത്രമാണ് നിലവിലെ ഓപ്ഷൻ. എന്തായാലും സമാധാനത്തിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പലസ്തീനികളുടെയും ഇസ്രയേലികളുടെയും സഹവർത്തിത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രക്രിയകളും ഇവർ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഗസ പുനർനിർമ്മിക്കുകയും പലസ്തീൻ പരിഷ്കരണ പരിപാടി പൂർണ്ണമായി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പലസ്തീൻ നിവാസികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ഉയർന്നു വരും. അതിനെ ഇസ്രയേൽ എങ്ങനെ അനുകൂലിക്കുന്നു, സമ്മതിക്കുന്നു എന്നുള്ളതും വളരെ ചർച്ചാ വിഷയമാണ്. എന്തായാലും ഗസയുടെ പുനർനിർമ്മാണം, പുനർവികസനം എന്നിവയൊക്കെ തന്നെ പലസ്തീൻ പരിഷ്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നടപ്പാക്കുക. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും സ്വയം നിർണയത്തിനും വിശ്വസനീയമായ ഒരു പാത സ്ഥാപിക്കാനും അമേരിക്ക ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള ഒരു രാഷ്ട്രീയ ചക്രവാളത്തിൽ യോജിക്കാൻ വേണ്ടി ഇസ്രയേലും പലസ്തീനും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥയിൽ ഒരു ചർച്ചയും നടത്തും. ഇവിടെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ജീവനുള്ള 20ഓളം ബന്ദികൾ, കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന 28ഓളം പേർ, ഇവരെ ഉടൻ തന്നെ മോചിപ്പിക്കണം. 72 മണിക്കൂറാണ് ഇതിന് നൽകുന്ന സമയപരിധി. ഇത് ഹമാസ് അനുവദിച്ചില്ലെങ്കിൽ ഇസ്രയേൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കര-വ്യോമ ആക്രമണങ്ങൾ കടുപ്പിക്കും. അവിടേക്കുള്ള മരുന്നിൻ്റെ, ആഹാരത്തിൻ്റെ, അതുപോലെ തന്നെ ഈ പറയുന്ന ബാഹ്യമായ സഹായത്തിൻ്റെ എല്ലാം തന്നെ പിന്തുണയ്ക്ക് വീണ്ടും ഇസ്രയേൽ വിലങ്ങുതടിയാകും. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിനൊപ്പം അമേരിക്കയും ആക്രമണത്തിന് നിർബന്ധിതരാകും. ഇവിടെ ഈ അറബ് രാജ്യങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഒരു പ്രത്യേക സൈനിക വിഭാഗത്തെ അവിടെ നിയന്ത്രണം ഏൽപ്പിക്കുന്നു. ആ സൈനിക വിഭാഗത്തിന് എല്ലാ പിന്തുണയും അമേരിക്കയും അറബ് രാജ്യങ്ങളും നൽകുന്നു. ഇതൊക്കെയാണ് അമേരിക്കയുടെ പ്ലാൻ. പക്ഷേ ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹമാസ് ഈ ഉടമ്പടികളോട് എങ്ങനെ യോജിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഇത്രയും സമയമായിട്ടും ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നിലപാടുകളും അവർ പുറത്തേക്ക് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഹമാസ് ഇതിൽ നിന്ന് പടിപടിയായിട്ട് പിന്നോട്ട് മാറാം. അങ്ങനെ മാറിയാൽ ഹമാസിനെ തീർക്കാൻ ഇസ്രയേലിനൊപ്പം അമേരിക്കൻ സേനയും രംഗത്ത് വരും എന്നാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞത്. എന്നാൽ ഇനി അങ്ങനെയല്ല. ഹമാസിനെ കത്തിച്ചു തീർക്കാൻ
തീർക്കാനായിട്ട് അമേരിക്കൻ സൈന്യം തന്നെ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങും എന്നതിൻ്റെ സൂചനയാണ് ഒടുവിലായിട്ട് പുറത്തേക്ക് വരുന്നത്.